അടിപൊളി സിറമാണ്. ഹായ് ഗായ്സ്, വെൽക്കം ഓൾ ഓഫ് യു, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നല്ല യൂത്ത്ഫുൾ ആയിട്ടുള്ള ഗ്ലോയിങ് സ്കിൻ നമുക്ക് കിട്ടാമെന്ന്, ഏജിങ് പ്രിവെൻറ്റ് ചെയ്യാനും സ്കിൻ കോംപ്ലക്ഷൻ ഇംപ്രൂവ് ചെയ്യാനും പറ്റുന്ന അടിപൊളി ഒരു സിറമാണെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് ഗോൾഡൻ സിറം എന്നാണ് ഞാൻ പേരിട്ടേക്കുന്നത്. ശരിക്കും ഒരു ഗോൾഡൻ സിറം തന്നെയാണ്. അതിൻ്റെ വർക്കിംഗ് ആയാലും ലുക്ക് ആയാലും ആക്ച്വലി ഇറ്റ് ഇസ് ഗോൾഡൻ. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടുനോക്കുക. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത്. ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ടു ദ ഫാമിലി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു സിറം നമ്മൾ നൈറ്റ് കിടക്കുന്നതിന് മുന്നേ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് കിടക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കുളിക്കുന്നതിന് മുന്നേ നമ്മളിത് അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ മസാജ് ചെയ്തിട്ട് നമുക്കിത് വാഷ് ചെയ്യാം. ഇത് ആക്ച്വലി പ്രീ ബാത്ത് സിറമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഇട്ടിട്ട് നമുക്ക് പുറത്ത് പോകാൻ പറ്റത്തില്ല. ഡെയിലി മോയ്സ്ചറൈസിങ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ നല്ല രീതിയിൽ ഒരു മസാജ് കൊടുക്കാനും ഒരു സിറം വെച്ച് പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് ഒരു കുഞ്ഞു കണ്ടെയ്നറിലാക്കി വെച്ചാൽ മതി. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇത് എപ്പോഴാണ് നമ്മളിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യേണ്ടതെന്നും എപ്പോഴാണ് നമുക്കിത് റൂമിൽ തന്നെ വെച്ചേക്കാൻ പറ്റുമെന്നും വാഷ്റൂമിൽ പോലും നമുക്കിത് വെച്ചേക്കാൻ പറ്റും. അത്രയും സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യാനും പറ്റും, കീപ്പ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ഒരു സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ള സിറം എങ്ങനെ പ്രിപ്പയർ ചെയ്യാം നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒലിവ് ഓയിലാണ്. ആക്ച്വലി നിങ്ങൾ എന്നോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചോദിക്കരുത്, കാരണം ഒലിവ് ഓയിൽ അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. സോ ഒരു കുഞ്ഞു ബോട്ടിൽ ഒലിവ് ഓയിൽ വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതൊന്ന് വാങ്ങി വെക്കുക. ഓയിലി സ്കിന്നിന് പറ്റിയിട്ടുള്ള നല്ല ഒരു ഫേസ് വാഷ് യൂസ് ചെയ്ത് മുഖം ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓയിൽ കണ്ടന്റ് മുഴുവനായിട്ട് പോകും. പിന്നെ ഒരു സ്പൂൺ ഒലിവ് ഓയിൽ എടുക്കുക. ഇത് ആക്ച്വലി ഇങ്ങനെ യെല്ലോ കളറിൽ ഇരിക്കാൻ കാര്യം കുറച്ച് കസ്തൂരി മഞ്ഞളിട്ട് മിക്സ് ചെയ്ത് തിളപ്പിച്ച് ഇങ്ങനെ വെച്ചേക്കുന്നതാണ്. ഇത് ഞാൻ ഫേസ് മസാജിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓയിലാണ് പൊതുവേ. സോ ഞാനിത് അങ്ങനെ വെച്ചേക്കാണ്. ഞാൻ അതിൽ നിന്ന് തന്നെയാണ് ഒരു സ്പൂൺ എടുക്കുന്നത്. ദെൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ അലോവേര ജെല്ലാണ്. അലോവേര ജെല്ല് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ളത് യൂസ് ചെയ്യാം, എന്നാൽ നമ്മളത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് മേടിക്കാൻ കിട്ടുന്ന ഏത് അലോവേര ജെല്ലാണോ നിങ്ങൾക്ക് താല്പര്യമുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു സ്പൂൺ അലോവേര ജെല്ലും കൂടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് തേനാണ്. മൂന്നും തന്നെ എല്ലാവരുടെ കയ്യിലും അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങളാണ്. സോ നമുക്ക് ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ഒരു കണ്ടെയ്നറിലാക്കി വെക്കാം. ഒരുപാട് ക്വാണ്ടിറ്റിയിൽ പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ട, കുറച്ചായിട്ട് പ്രിപ്പയർ ചെയ്താൽ മതി. ഇത് തന്നെ നമുക്കൊരു 3-4 ദിവസത്തേക്കുള്ളതുണ്ട്. കാര്യം എന്താ വെച്ചാൽ നമ്മൾ കുറച്ചെടുത്തിട്ട് ഫേസിൽ മാത്രമാണ് ഇത് മസാജ് ചെയ്ത് കൊടുക്കുന്നത്. ഫേസിലും നിങ്ങൾക്ക് നെക്കിലും മസാജ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ വർക്ക് ആവുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സ്റ്റോർ ചെയ്തിട്ട് നമ്മുടെ റൂമിലാണെങ്കിലും നമുക്ക് വെച്ചേക്കാൻ പറ്റും. നാച്ചുറൽ അലോവേര ജെല്ലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി. ഇനി ഇത് അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിത് കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് ഫേസിൽ നല്ല ഒരു മസാജ് കൊടുത്തതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാം. അതിനുശേഷം പിന്നെ വരുന്നത് നിങ്ങൾക്ക് നൈറ്റ് കിടക്കുമ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ട് കിടക്കാം. ഒലിവ് ഓയിൽ, അലോവേര ജെൽ, അതുപോലെ തന്നെ ഹണി, ഇത് മൂന്നുമാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് മാത്രമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ വർക്ക് ആവും, നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് ഇത് കൂടുതൽ പ്രിപ്പയർ ചെയ്ത് വെക്കാവുന്നതാണ്. ഒലിവ് ഓയിൽ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്നത് അങ്ങനെ തന്നെ എടുക്കാം. നിങ്ങൾക്ക് ഇത് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ റിങ്കിൾസ് ഉണ്ടാവുമല്ലോ കണ്ണിനവിടെ, അതുപോലെ തന്നെ നമ്മുടെ നെറ്റിയുടെ ഇവിടെയൊക്കെ നല്ല രീതിയിൽ മസാജ് കൊടുക്കാം. എല്ലാ ദിവസവും നമ്മളിത് ഇപ്പം ഇടയ്ക്ക് ഏതെങ്കിലും 1-2 ദിവസം വിട്ടുപോയാൽ കുഴപ്പമില്ല. പക്ഷേ ഇത് നിങ്ങളുടെ റുട്ടീനാക്കി വെക്കുക. നമ്മൾ കുളിക്കുന്നുണ്ടെങ്കിൽ കുളിക്കുന്നതിന് തൊട്ട് മുന്നേ ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് വേണം കുളിക്കാനായിട്ട്. അങ്ങനെ ഒരു റുട്ടീൻ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കിത് നല്ല രീതിയിൽ വർക്കാവും. എപ്പോഴും മസാജ് കൊടുക്കുമ്പോൾ ഇങ്ങനെ അപ്പോഴൊരു ഡയറക്ഷനിൽ മസാജ് കൊടുക്കുക. അപ്പോഴായിരിക്കും നമുക്ക് ആ ഒരു ലിഫ്റ്റിംഗ് തോന്നുകയുള്ളൂ മുഖത്തിന്. പിന്നെ അത് നല്ല ഗ്ലോയിങ് ആയിരിക്കും. അതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ പ്ലം ആയതുപോലെ തോന്നും. നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് ഇത് മാറ്റാം. ഒരു ദിവസം ഒറ്റ തവണ നിങ്ങൾ ചെയ്താൽ മതി. ഈവൻ നിങ്ങൾ 2 ദിവസത്തിലൊരിക്കൽ ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ 2 ദിവസത്തിന് അപ്പുറത്ത് ഗ്യാപ്പ് എടുക്കരുത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിന്റെ റുട്ടീനാക്കി മാറ്റാം. കുളിക്കുന്നതിന് മുന്നേ കയ്യിലും കാലിലും വരെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് അത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്ന റിങ്കിൾസ് ഒക്കെ മാറാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഒരുപാട് പേർക്ക് അങ്ങനെയുണ്ട്, നല്ല രീതിയിൽ കയ്യിലൊക്കെ റിങ്കിൾസ് ഉണ്ട്. ഈവൻ നമുക്ക് ഒലിവ് ഓയിൽ മാത്രമായിട്ട് യൂസ് ചെയ്താൽ പോലും നല്ല റിസൾട്ട് കിട്ടും. ഒലിവ് ഓയിൽ നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിനെ നറിഷ് ചെയ്യാനും മോയ്സ്ചറൈസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ അലോവേര ജെൽ ഉണ്ടല്ലോ, അത് സ്കിന്നിലുള്ള ഡാർക്ക് സ്പോട്ട്സ് മാറ്റാനും സൺ ടാൻ ഉണ്ടെങ്കിൽ അത് മാറ്റാനും ഹെൽപ്പ് ചെയ്യും. കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാറ്റും. സ്കിൻ ഗ്ലോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സ്കിൻ ഒരു കോംപ്ലക്ഷൻ കൂടെ ലൈറ്റർ ആക്കും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടെ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ നല്ല ഒരു റിസൾട്ടാണ് കിട്ടുന്നത്.
അടിപൊളി ഒരു ഫേസ് സിറമായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ മാർക്കറ്റിൽ ഒരു ഫേസ് സിറം വാങ്ങാനായിട്ട് പോയാൽ ഭയങ്കര കോസ്റ്റ്ലി ആണ്. അതുപോലെ തന്നെ എല്ലായ്പ്പോഴും നമുക്കത് സ്യൂട്ട് ആവണമെന്നില്ല. ഒരുപാട് ഹൈ എൻഡ് ആയിട്ടുള്ള സിറംസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, വിറ്റാമിൻ സി, നയാസിനമൈഡൊക്കെ. പക്ഷേ എനിക്ക് ഇത്രയും അങ്ങോട്ട് വർക്ക് ആയിട്ടില്ല. കാര്യം ഭയങ്കര ജെൻറ്റിലായിട്ടുള്ള സിറംസ് മാത്രമേ ഞാൻ ട്രൈ ചെയ്യാറുള്ളൂ. ഇടുന്നതും ഇടാത്തതും എല്ലാം ഒരുപോലെയാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. നമ്മളതൊക്കെ വാങ്ങിച്ച് വെക്കുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ സ്കിൻ കെയറിൽ എന്തോ ചെയ്യുന്ന മാതിരി സ്ഥിരമായിട്ട് ചെയ്യും. ഇത് നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിലാക്കി വെച്ചിട്ട് സിറം എന്നൊക്കെ എഴുതി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എഴുതി വെക്കുക. അപ്പം തന്നെ നമുക്കത് ചെയ്യാനായിട്ടൊരു ഇത് വരും. നിങ്ങൾ ഇത്രയും നേരം കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഐ നോ യു ആർ ദ റിയൽ വൺസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ഏതെങ്കിലും കൈൻഡ് ഓഫ് വീഡിയോ റെക്കമെൻഡേഷൻസോ സജഷൻസോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ വരുന്ന വീഡിയോസിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.